ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എല്ലാ ചങ്കുകളും ഗടികളും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അപ്പോൾ ഐഡൻറ്റിറ്റി എന്നൊരു മൂവിയുടെ ടീസർ വന്നിട്ടുണ്ട്. നമ്മുടെ ARM ശേഷം നമ്മുടെ ടോവിനോ നായകനായി എത്തുന്ന പടം ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. നമ്മുടെ അനസ് ഖാൻ, അതുപോലെ തന്നെ അഖിൽ പോൾ എന്നിവരാണ് ഈ പടം സംവിധാനം ചെയ്തത്. ഫോറൻസിക് മൂവി ചെയ്ത ആളുകളാണ്. അപ്പോൾ നമുക്ക് ടീസർ കണ്ടിട്ട് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം. ഓക്കെ, ആദ്യം നമുക്ക് അയാളുടെ ഫേസിന്റെ ഏകദേശം ഒരു ഷേപ്പിംഗ് തുടങ്ങാം. നല്ലപോലെ നെഗറ്റീവ് ക്യാരക്ടറാണ്. അവൾക്കെല്ലാം നല്ല വ്യക്തമായ ഓർമ്മയുണ്ട്. ഷമ്മൻ ചാക്കോ ഫിലിം എഡിറ്റർ. ഫേസ് റീക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് ജെക്സ് ബിജോയ് കിടും. അഖിൽ ചോറാജ്. പിന്നെ റൈറ്റർ ഷോട്ട് സ്മാർട്ട് ടോവിനോ തോമസ്. ഐഡന്റിറ്റി അഖിൽ പോൾ, അനസ് ഖാൻ. പാൻ ഇന്ത്യ മൂവിയാണ് കേട്ടോ. ഫോറൻസിക് എന്ന പടം നമുക്കറിയാം, അതിഗംഭീര മൂവിയായിരുന്നു. കൊറോണ വന്നില്ലായിരുന്നെങ്കിൽ ബോക്സ് ഓഫീസിലും നല്ല രീതിയിൽ കളക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കയറിയ ഒരു സമയത്താണ് കൊറോണ വന്നത്. 2017 എന്ന ടൈം കറക്റ്റ് ഓർമ്മയില്ല. 2012 പ്രളയമായിരുന്നല്ലേ. അപ്പം ഇതൊരു ഗംഭീര ആക്ഷൻ ത്രില്ലർ മൂവിയാണ്, യാതൊരു സംശയം വേണ്ട. ARM ശേഷം നമ്മുടെ ടോവിനോ വീണ്ടും ആക്ഷൻ ത്രില്ലർ മൂവിയായിട്ടാണ് വരുന്നത്. പടത്തിൽ തൃശ്യാണ് നായികയായിട്ട് വരുന്നത്. വിനയ് റായി ഉണ്ട്, പിന്നെ മെയിൻ ക്യാരക്ടറിലും വിനയ് റായി വരുന്നുണ്ട്. മഡോണ സെബാസ്റ്റ്യൻ ഉണ്ട്, തൃഷ, ഗൗതം മേനോൻ ഉണ്ട്, ഗൗതം വാസുമേനോൻ ഉണ്ട്, അജു വർഗീസ് ഉണ്ട്. പിന്നെ ഒരുപാട് പേരെ കാണിച്ച് നമ്മൾ കണ്ട്. കീർത്തി ചക്ര, മേജർ രവി, ഒരുപാട് പേരെ കണ്ട്. അജു വർഗീസിൻ്റെ ലുക്ക് കണ്ടിട്ട് നെഗറ്റീവ് ക്യാരക്ടറായിട്ടാണ് തോന്നിയത്. ഇത് ആക്ഷൻ രംഗങ്ങൾക്ക് പ്രാധാന്യമുള്ള പടമായി തന്നെ പറഞ്ഞത്. ഏകദേശം ഒരു 30 days ഇതിൻ്റെ ആക്ഷൻ രംഗങ്ങൾ മാത്രം ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ജെക്സ് ബിജോയാണ് മ്യൂസിക്. അതിൻ്റെ ഒരു ആക്ഷൻ പടങ്ങൾക്ക് ബിജിഎമാർ ഇമ്പോർട്ടൻ്റ്, പ്രത്യേകിച്ച് ആക്ഷൻ ത്രില്ലർ മൂവീസിന്. ചെമ്മൻ ചാക്കോ എഡിറ്റർ. ഇത് അർച്ചന കവി ഉണ്ട് കേട്ടോ, അതുപോലെ വിശാഖ് നായർ, അർജുൻ രാധാകൃഷ്ണൻ, ഷമ്മി തിലകൻ. അപ്പോൾ ഇതൊരു ഭയങ്കര പ്രതീക്ഷയുള്ളൊരു മൂവി തന്നെയാണ്. ARM ശേഷം വീണ്ടും ടോവിനോ ഒരു ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ നമ്മൾക്ക് പ്രതീക്ഷയുണ്ട്. പിന്നെ ഈ ടീം അനസ് ഖാൻ ആൻഡ് അഖിൽ പോൾ, അത് വേറെ. ആ പടം കണ്ടറിയാം. ഫോറൻസിക് ശരിക്ക് കുട്ടികളൊക്കെ പേടിപ്പിക്കുന്ന രീതിയിൽ മേക്ക് ചെയ്തിട്ടുള്ളതാണ്. പടത്തിൻ്റെ കഥയും കാര്യങ്ങളൊക്കെ നൈസായിരുന്നു, നല്ല മേക്കിംഗ് ആയിരുന്നു. ഓക്കെ, അതിൽ ഫോറൻസിക് ഓഫീസറോ ഇതിലാണ് ടോവിനോ വരുന്നത്. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ പാർട്ടൊക്കെയാണെന്ന് തോന്നുന്നു. വരക്കിലും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. എന്തായാലും കൂടുതൽ ഇതിലേക്ക് കിടക്കുന്നില്ല, വെയിറ്റിംഗ്. ഇതൊരു നല്ലൊരു ഹിറ്റ് ആവട്ടെ, കാരണം നല്ല പ്രതീക്ഷയുണ്ട് പടത്തിന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്, ഷെയർ, സബ് ഒക്കെ ചെയ്യുക.